വിജിൻ വായന്തോട് കൂടിയുണ്ട്. വിജിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഈ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനായി ഭരണപക്ഷം, അതായത് CPM അടക്കമുള്ള പാർട്ടികൾ സോണിയാഗാന്ധിയുമായുള്ള ചിത്രം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിരോധം തീർക്കുന്നത് കാണാമായിരുന്നു. പലപ്പോഴും കോൺഗ്രസ് അതിന് മുന്നിൽ കാലിടറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആദ്യ കോൺഗ്രസുകാരനായി അടൂർ പ്രകാശ് മാറുന്നു, ചോദ്യം ചെയ്യുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമായിട്ടും ഭരണപക്ഷം കോൺഗ്രസിലേക്ക് കൂടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്ക് കൂടി ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യൽ കൂടി ഇനി അതിനൊരു കരുത്ത് പകരുന്ന വാദമായി മാറാനുള്ള സാഹചര്യമുണ്ട്. കോൺഗ്രസ് ഇതിനെ എങ്ങനെ കാണും? ഒരു പ്രതിരോധം തീർക്കേണ്ട ആവശ്യമുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചെയ്യലിൽ? തീർച്ചയായും, അതായത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രതിരോധം തീർക്കുകയും അതിൽ ഒരു നിലപാട് എടുക്കുകയും ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം ഇതുവരെയും അറസ്റ്റിലായവർ, ഒപ്പം തന്നെ ചോദ്യം മുനയിൽ എത്തപ്പെട്ടവരെല്ലാം അത് ഇടതുപക്ഷവുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്, സർക്കാരുമായി ബന്ധപ്പെടുന്ന ആളുകളായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് UDF-ലേക്ക് കൂടി നീളുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ രാഷ്ട്രീയ പ്രസക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ജാഥകൾ, LDF-ന്റെയും UDF-ന്റെയും ജാഥകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും സ്വർണ്ണക്കൊള്ള, ശബരിമല വിഷയം ഉൾപ്പെടെ ഉയർത്തിയുള്ള പ്രചാരണത്തിലേക്ക് വീണ്ടും UDF സജീവമാവുകയാണ്. അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ അടൂർ പ്രകാശ്, UDF കൺവീനർ തന്നെ നിലവിൽ SITക്ക് മുന്നിൽ ചോദ്യമുനയിൽ എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനകളിലേക്ക് പോയതുകൊണ്ടാണോ ഇപ്പോഴുള്ളൊരു ചോദ്യം ചെയ്യൽ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ SIT എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. നിലവിൽ എന്തായാലും കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട്. VIP സ്വർണ്ണം മാറ്റിയ VIP-യുമായി അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ പ്രതിപക്ഷവുമൊക്കെ നേരത്തെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും അത്തരം ആരോപണങ്ങൾ തുടരുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDF കൺവീനറെ, UDF-ന്റെ MP അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ വെറും അടുപ്പത്തിനപ്പുറം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സഹായങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശ് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് SIT പരിശോധിക്കുന്നത്. സ്വാഭാവികമായും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തതെങ്കിൽ സ്വാഭാവികമായും അടൂർ പ്രകാശിലേക്കും ആ ചോദ്യമുന എത്തി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടാണ്. ഒരു തവണ മാത്രമല്ല അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുള്ളത് എന്നുള്ളത് SITക്ക് നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതിന് ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഈ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിലേക്ക് പോലും അടൂർ പ്രകാശുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുണ്ട്. അത് എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം അതുമായി ബന്ധപ്പെട്ട് അത് മാറ്റാനോ അല്ലെങ്കിൽ അത് വേറെ എവിടത്തേക്കെങ്കിലും എത്തിക്കാനോ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണമാണ് SIT നടത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ അടൂർ പ്രകാശ് തന്നെ നേരത്തെ തന്നെ അടൂർ പ്രകാശ് വ്യക്തമാക്കിയത് ഈ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട്, ശബരിമലയുമായി ബന്ധപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിലുള്ള ബന്ധം, ഒപ്പം തന്നെ തന്റെ മണ്ഡലത്തിൽ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ അടുത്തേക്ക് എത്തിയത് എന്നുള്ളതായിരുന്നു അടൂർ പ്രകാശ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയോ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഇടപാടുകൾ നടത്താൻ ഇപ്പോൾ അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിർണായകമാവുക. എന്തായാലും നിലവിൽ ഭരണപക്ഷത്തിനെതിരെ, LDF-നെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ തിരിച്ചും ഉയർത്താനുള്ളൊരു ആയുധമായി അടൂർ പ്രകാശ് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്രയും ആൾ LDF ഉയർത്തിയത് സോണിയാഗാന്ധിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ കൂട്ടുപ്രതിയായിട്ടുള്ള ഗോവർദ്ധനെയും എത്തിച്ചത് അടൂർ പ്രകാശ് ആണ് എന്നുള്ള ആരോപണമാണ് തുടർച്ചയായി ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട നിയമസഭ പൂർണ്ണമായും സ്തംഭിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ മാറിയിരുന്നു. അതിൽ തിരിച്ചും ഭരണപക്ഷം ഉയർത്തിയത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ബന്ധം അത് കോൺഗ്രസിനാണ് എന്നുള്ള ആരോപണം അടൂർ പ്രകാശിന്റെ പേരുൾപ്പെടെ ഉയർത്തിയാണ് സോണിയയിലേക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഭരണപക്ഷം ഉയർത്തിയിരുന്നത്. അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ SIT UDF-ന്റെ കൺവീനർ തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യമുനയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ ബന്ധങ്ങൾ അത് അടൂർ പ്രകാശിന് ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഇനിയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണക്കൊള്ള തന്നെ രാഷ്ട്രീയ ആയുധമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് UDF-ന് തന്നെ തിരിച്ചടിയാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ എത്തിക്കുക. ഇതിൽ SIT എന്ത് കണ്ടെത്തലുകൾ നടത്തുന്നു? നിലവിൽ ഏതെങ്കിലും പ്രതികളുമായി ബന്ധപ്പെടുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലില്ല. കാരണം UDF-ന്റെ കൺവീനറാണ്, നിലവിൽ MP ആണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി നിലവിലുണ്ട്
ഉന്നയിച്ചുകൊണ്ട് SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഒക്കെ UDF ഉയർത്തുന്നുണ്ട്. അതിൽ SIT അന്വേഷണത്തിന്മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ UDF ഉയർത്തുന്നതിന് ഇടയിലാണ് നിലവിലിപ്പോൾ UDF കൺവീനർ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇപ്പോൾ SIT എത്തിയിരിക്കുന്നത്. ആ ഘട്ടത്തിലെല്ലാം LDFും ഒപ്പം തന്നെ ഭരണപക്ഷവും വിശദീകരിച്ചുകൊണ്ടിരുന്നത് കോടതി തന്നെ ഇക്കാര്യത്തിൽ പൂർണ്ണമായ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. തങ്ങൾക്ക് ഇതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല, തങ്ങൾ അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു LDFും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും വിശദീകരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള പ്രചാരണമായിരുന്നു UDFന് വലിയ മേൽക്കൈ നേടാൻ സഹായകമായത്. അത് തിരിച്ച് എടുക്കാനുള്ളൊരു നീക്കമാണ്. തിരിച്ച് UDFനെതിരെ ഒരു ആരോപണം ഉയർത്തി ആ തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഭരണപക്ഷം എന്തായാലും നീങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഉൾപ്പെടെ അതിരൂക്ഷമായ വിമർശനം UDFനെതിരെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അഴിച്ചുവിട്ടത്. അതിനുശേഷം പ്രതിപക്ഷ നേതാക്കൾ തന്നെ അതിന് മറുപടിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം, വിവാദങ്ങൾ അത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിലവിൽ അതിലെ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് ഉള്ള അന്വേഷണം കൂടുതൽ ശക്തമായി SIT മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് നേതാവിനെ UDFന്റെ കൺവീനറെ നിലവിൽ ചോദ്യം ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രസക്തി, രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ ഒരുപാട് ഉള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഭരണ പ്രതിപക്ഷം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സ്വർണ്ണക്കൊള്ള അത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അത് മറ്റൊരു വിഷയമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക്, കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യത്തിലേക്ക് ഒക്കെ കാര്യങ്ങൾ എത്തുകയാണ് ജിൽസി.